കൊലയാളിയുടെ രൂപവും ഭാവവും പറഞ്ഞനുസരിച്ച് ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട കുറെ ആളുകളുടെ സ്റ്റില്ലുകൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഈ കൂട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആളുണ്ടോ നോക്കണം. ഇതാണോ? നോക്കിക്കേ, ഇയാളാണോ? ഇതാണോ? നോക്കിയേ, ഇവന്റെ ജന്മദേശം മുംബൈയിലാണ്. 25ഓളം ക്രിമിനൽ കേസിൽ പ്രതിയാണ്. തട്ടിക്കൊണ്ടുപോക്ക്, ബലാത്സംഗം, കൊലപാതകം. ആള് ബഹുമുഖ പ്രതിഭയാണ്. എന്റെ സാർ ഇതൊന്നും അല്ല. ഇതൊന്നും അല്ലാത്ത സ്ഥിതിക്ക് സാറേ ഇപ്പൊ കാണിച്ചു നോക്കേ, ഇവിടുത്തെ ലോക്കൽ ക്രിമിനൽസിന്റെ ചിത്രങ്ങളാ ഈ പിടിച്ചുപറിക്കാരും പോക്കറ്റടിക്കാരും ഒക്കെ. ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നോ, ഒരു മാർക്കറ്റിനകത്ത് കയറി ചെന്നോ നിറയൊഴിക്കാൻ ധൈര്യമുള്ള ഒരു ഒറ്റ ഒരുത്തരും ഈ ചിത്രത്തിലില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ കാണിച്ചവന്മാരൊക്കെ ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ ക്രിമിനൽസാണ്. ഇനി ഇതല്ല, പുറത്തു നിന്നുള്ള വരവ് ക്രിമിനൽസ് ആണെങ്കിൽ അതുകൂടെ കാണിക്കാം. ആയിടോ, ഇനി അതുകൂടെ കാണിച്ചു കൊടുക്ക് സാർ. ഈ ചന്ദ്രബോസ് സാറിൻ്റെ ഓരോ കാര്യങ്ങൾ ചുമ്മാ സമയം മെനക്കെടുത്താനായിട്ട്. എന്റെ സാറേ ഇതൊന്നും അല്ല. ഇതുകൂടി അല്ലാന്നാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു. ഇനി പുതിയ സ്റ്റോക്ക് വരണേ, അപ്പോൾ വിളിപ്പിക്കാം. സാറേ അത്രയ്ക്ക് ജനം വന്നും പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കുള്ള ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഒരുത്തന്നെ ഒരാളെ വെടിവെക്കാൻ ധൈര്യം കാണിച്ചെങ്കിലേ അതൊരു പ്രൊഫഷണൽ കില്ലർ തന്നെയായിരിക്കും. ഇപ്പത്തെ സാറ് കാണിച്ച ഫോട്ടോസ് ഉണ്ടല്ലോ, 100 രൂപ കൂട്ടി കിട്ടാനായിട്ട് ബീവറേജ് നിന്ന് മദ്യം വാങ്ങിച്ചു വെക്കുന്ന 4 ഗുണ്ടകളാ. അല്ല, ഇത് മനഃപൂർവ്വമാണോ അതോ വല്ല വഴിപാട് വെപ്പിക്കുന്നതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണോ? എന്തായാലും അവരെ കണ്ടെത്തുന്നത് ഞങ്ങളുടെ ആവശ്യമാണല്ലോ, അത് ഞങ്ങൾ കണ്ടെത്തിക്കോളാം. ഇപ്പൊ കാണിച്ചവന്മാർക്കേ ഗണ്ണ് പോയിട്ട് മര്യാദയ്ക്ക് ഒരു പിച്ചാത്തി പോലും പിടിക്കാൻ അറിയാത്തവന്മാരാ. എങ്കിൽ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാം. കളക്ടർ ഇടപെട്ട കേസായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ സഹായം ഈ രീതിയിലാണെങ്കിൽ അതും വേണ്ട. ചന്ദ്രബോസ് നിയന്ത്രിക്കുന്ന പോലീസല്ലേ എന്നെ പിടിച്ചു നിർത്തി കൊടുത്ത് കൊല്ലാൻ സഹായിക്കുന്ന പ്രൊട്ടക്ഷൻ ആണെങ്കിൽ എനിക്കത് വേണ്ട സാറേ. പേടിയായിട്ടാ, കൊലയാളിയേ അല്ല, കൂടെ നിൽക്കുന്ന നിങ്ങളെ പോലെയുള്ളവരെ. സാറേ ഞങ്ങൾ അറിഞ്ഞ അവനെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമുണ്ട്. ഞങ്ങൾ അവനെ കണ്ടെത്തന്നെ ചെയ്യും. അവനെ ഇനിയിപ്പോ ഏത് അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഈ വിഷ്ണു പൊക്കിക്കൊണ്ടുവരും കേട്ടാ. അവനവന്റെ തടി അവനവൻ രക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് ശ്രമിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ സാറേ. രോഹിത്തെ, ഇത് വേറൊരു ചടങ്ങാ. നമ്മളെ സഹായിക്കാൻ പോലീസ് ഏമ്മമാരെ ഒപ്പം ഉണ്ടോന്ന് കാണിക്കാനുള്ള ഒരു ചടങ്ങ്. ചിറ്റപ്പൻ എന്തേ ആലോചിക്കുന്നേ? കൂട്ടത്തിലൊരുത്തം പാഴായി പോയെന്ന് വിചാരിച്ച് നമുക്കങ്ങനെ നാടുവിടാൻ പറ്റില്ലല്ലോ. പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ എന്റെ അവസ്ഥ. ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തിയില്ല. എടി, ഇയാള് കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്ക് നോട്ടപ്പുള്ളിയാവുന്നത് ഞാനും. ഡിപ്പാർട്ട്മെന്റിലെ പല സുഹൃത്തുക്കളും എന്നെ വാച്ച് ചെയ്യാൻ പിന്നാലെ അടങ്ങിയപ്പോ അതിന് കാരണം ഇവ ഒറ്റ ഒരുത്തനാ. ഉപേന്ദ്രൻ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. കാശ് നഷ്ടപ്പെട്ടപ്പോ അത് തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അയാളൊരു ഭ്രാന്തനായി. എന്തായാലും നനഞ്ഞിറങ്ങി. ഇനിയിപ്പോ കുളിച്ചു കയറാന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ അയാളല്ലല്ലോ കുളിക്കുന്നത്, കൂടെ നിന്നവരല്ലേ കുളിപ്പിക്കുന്നത്. എടി, എന്തൊക്കെ അയാളും അയാളുടെ വാടക കൊണ്ടുപോയി കൂടെ കാണിച്ചു കൂട്ടുന്നത്. പണി അറിയാത്തൊരു പണിക്കാരനും പണിക്കാരെ കൊണ്ട് നേരാൻ വണ്ണ പണിയെടുപ്പിക്കാൻ അറിയാത്തൊരു മോലാളിയും. എടി, രണ്ടുപേരും കൂടി കാണിച്ചു കൂടുന്ന പേക്കൂത്തിനും സമാധാനം പറയേണ്ട ഞാനാണ്. എന്തോ അവന്റെ പേര്? ഡേവിഡ് മാർട്ടിനോ? ഡേവിഡ് മാർട്ടിൻ. എടി, അവൻ ഉണ്ടൻ തോക്കും കാണുന്ന ഇവിടെ വന്നിട്ടാണെന്ന് തോന്നുന്നു. തന്നിഷ്ടത്തിന് പ്രതികാരം വീട്ടാന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ലേ, വീട്ടട്ടെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ ബലത്തിലാണ് ഈ കാണുന്ന കളിയൊക്കെ കളിച്ചതെന്ന്. നമ്മളിൽ നിന്ന് തെന്നി മാറിയപ്പോ അയാൾ ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? പണം കൊടുത്താൽ എന്തും വാങ്ങാന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അയാൾക്ക്. അത് ഇതോടുകൂടി അങ്ങ് തീർന്നു. എടി, പണം കൊടുത്താൽ കിട്ടാത്ത വേറൊന്നുണ്ട്, ചങ്കൂറ്റം. അത് പൊക്കി പിടിച്ചു കൊടുത്താൽ നടക്കുന്നുണ്ട്. ഇനി ആരെ പുറത്ത് കുതിര കയറണമെന്ന് പറഞ്ഞു അവനെ, ആ വിഷ്ണു. എടി, അവന്റെ കയ്യിൽ എങ്ങനെ ഇയാളെ കെട്ടിയാൽ എടി വട്ടയിലും കൊട്ടയിലും എടുക്കാൻ പറ്റാത്ത വിധം ഇയാളെ വഴിച്ചു കോരേണ്ടി വരും. എടി, ഇയാൾക്ക് അത് അറിയാവുന്നതാണേ. അവന്റെ ഒന്ന് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അവന്. രോഹിത്തെ, വാടാ.
ഇനിയിപ്പം ഈ പണ്ടാറക്കാലം ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവനെ പുകച്ച് പുറത്തേക്ക് അടിച്ചില്ലെങ്കിൽ ഇവന് സംരക്ഷണം ഞാനാ കൊടുത്തതെന്ന് പറഞ്ഞും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കെതിരെ അന്വേഷണം വരുമ്പോളെ പിന്നെ അതെന്റെ ജോലി തന്നെ ബാധിക്കും. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? എനിക്ക് ആകം ഒറ്റേനെ പിഴിക്കാൻ വാരിക്കുഴി തന്നെയാ ബെസ്റ്റ്. ഇനി ഒന്നും നോക്കണ്ട, അതൊരെണ്ണം അങ്ങ് പണിയുക. എന്നിട്ട് വലിച്ചു കയറ്റാനുള്ള വടം പോലീസിനങ്ങ് ഇട്ടുകൊടുക്ക. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല. അത് പിന്നെ ഉണ്ടാവാതിരിക്കുവോ? കൊല്ലൂന്നും പറഞ്ഞ് തോക്കും കൊണ്ട് നടക്കുകയല്ലേ അവർക്ക് പിന്നാലെ. ചില സിനിമകളിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. രണ്ടാമതും രോഹിത്തിനെതിരെ വധശ്രമം ഉണ്ടായതുകൊണ്ടാ അവൾക്ക് ഇത്രയും പേടിയുണ്ടായത്. അല്ല, ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ ഉടനെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വന്നവർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഉപേന്ദ്രനെ നിയന്ത്രിക്കുന്ന 2 വിശ്വസർപ്പങ്ങളെ ഞങ്ങൾ പോയിട്ട് കാണുകയും ചെയ്തു. അതുകൊണ്ട് ഉടനെ എന്തായാലും ഒരു ശ്രമം അവരെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എന്നാ നിങ്ങൾ അകത്തേക്ക് വാ, ഞാൻ എല്ലാവർക്കും ചായ എടുക്കാം. അല്ല, അതൊക്കെ കഴിക്കാം. അത് ശാരദമ്മ, ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താന്ന് വെച്ചാലേ, ഞങ്ങളിന്ന് കിടക്കുന്നത് ഞങ്ങളുടെ പുതിയ വാടക വീട്ടിലാ. ഞങ്ങളെന്ന് പറഞ്ഞാ ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും ശാലിനി. അല്ല, എന്താന്ന് വെച്ചാലേ, ഈ പാല് കാച്ചി കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെ അന്തി ഉറങ്ങണം എന്നുള്ളൊരു ശാസ്ത്രം ഉണ്ടല്ലോ. അപ്പൊ ആ ശാസ്ത്രം ഞങ്ങളായിട്ട് തെറ്റിക്കുന്നില്ല.